അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചിലർക്കെല്ലാം പരിചയമുള്ളതോട് കൂടി തന്നെ പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തണം. എന്റെ പേരാണ് അബ്ദുൽ അസീസ്. മലപ്പുറം ജില്ലക്കാരനാണ്. അരീക്കോടാണ് എന്റെ പ്ലേസ്. मैं हूँ ഉസ്താദ് അസീസ് ഉസ്താദ്. വയസ്സാം കാലത്ത് ഏതെങ്കിലും മൂലക്കിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലി സമയം കളയുന്നതിന് പകരം വെല്ലുവിളിച്ച് 5 ലക്ഷം രൂപ പോയപ്പോൾ ഉസ്താദിന് സമാധാനമായി. ഒരു സുഖം, ഒരു മനസ്സുഖം. കാര്യം മൂച്ചാളിയും തല്ലിപ്പിളിയും മലവിലാതെയും വാ തുറന്ന തന്തയ്ക്കും തളയ്ക്കും വിളിക്കുന്നവരൊക്കെ ആണെങ്കിലും പുള്ളി വാക്ക് വലിച്ചു. സംവാദത്തിന് വരില്ല എങ്കിൽ 5 ലക്ഷം രൂപ ലിയാഖത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ അഭ്യാസമൊക്കെ കാണിച്ചെങ്കിലും പുള്ളി കൊടുത്തു. അതൊരു മാന്യമായിട്ടുള്ള പരിപാടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിന്നീടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ പുള്ളിനെ നമ്മുടെ പഴയ കാജൽ കാക്കയുടെ ആ നിലവാരത്തിലേക്ക് തന്നെ താഴ്ത്തിരിക്കുകയാണ്. ലിയാഖത്ത് കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറയണത് ഒന്ന് കേട്ടുപോകാം. എന്നെ ബ്ലോഗ് എന്തായി, നോ വീഡിയോ ഫ്രം ദിസ് സൈഡ്. അവര് അതില് നമ്മുടെ എന്താ പറയുക, പൈസ പോയ ആള് അസീസാണല്ലോ, അസീസിനാണല്ലോ പൈസ പോയത്. അപ്പോൾ അസീസിൻ്റെതായിട്ടുള്ള ചില കോളുകൾ വന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നമ്മളെ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് ആലോചിക്കുന്ന കാര്യം പോലും ഇല്ല, ആലോചിക്കാനില്ല. കാരണം ഒരു വ്യക്തിയോട്, ഒരു സമൂഹത്തിൽ ആശയപ്രചാരണം നടത്തുന്ന ഒരാളെ വെല്ലുവിളിക്കേണ്ടതിൻ്റെയും ഒരു ആശയ സംവാദം നടക്കുന്നതിൻ്റെയും ഒന്നും രീതിയിലല്ല അവർ നമ്മളെ അപ്രോച്ച് ചെയ്തത്. ഒരു മാന്യമായ സമൂഹത്തിലെ മനുഷ്യർ, ഒരു എന്താ പറയുക, കുറച്ചൊരു പുരോഗമനം ഉള്ള മനുഷ്യനാണെന്നുള്ള ചിന്തയുള്ള മനുഷ്യൻ, മറ്റൊരു മനുഷ്യനെയും എന്നെ പോലെ തന്നെ മനുഷ്യനാണ് അവർ എന്നുള്ള ചിന്തയുള്ള മനുഷ്യർ ഇടപെടുന്ന രീതിയിലല്ല അവർ രണ്ടുപേരും ഇടപെട്ടത് എന്നുള്ളതുകൊണ്ട് അവർ പുതിയ നമ്പറുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിന് ഏറ്റവും അവസാനം ഒരു ചെറിയ ഭീഷണി സ്വരമാണ്. അപ്പോൾ പിന്നെ ഞാനത് മേടിക്കാനുള്ള വഴി നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറെ ചില ആളുകളോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് 2 മാസത്തിനുള്ളിൽ ഞാൻ ഈ പൈസ അയാളുടെ കാൽക്കൽ കൊണ്ടുവെക്കും എന്നൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, അതങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കൊടുക്കില്ലെന്നാണ് ലിയാഖത്തിന്റെ നിലപാട്. ആ പൈസ കൊണ്ട് ഒരു തോക്ക് വാങ്ങി സുരക്ഷ കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഉസ്താദെ, ആ പൈസ മറന്നേക്ക്. താൻ ലിയാഖത്തിന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും വിളിച്ചതാണ്. ലിയാഖത്തിന്റെ കയ്യകലത്തിൽ കിട്ടിയിട്ടും ചെകിട്ടത്തടി കിട്ടാഞ്ഞത് ഇത്രയും കാലം ദുവാ ചെയ്തതിന്റെ കൂലിയാണെന്ന് കൂട്ടിക്കോ കേട്ടോ.